النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കോടാനകോടി മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുകയും നബി തങ്ങളെ പ്രകീർത്തിക്കുകയും നബി തങ്ങളെ പ്രശംസിക്കുകയും നബി തങ്ങളുടെ മഹത്വങ്ങൾ, വലിപ്പത്തരങ്ങൾ, സ്ഥാനങ്ങൾ എടുത്തു പറയുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആകയാൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ നബി തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം, നബി തങ്ങളുടെ മദ്ഹുകൾ കൂടുതലായി പറയണം, നബി തങ്ങളുടെ പ്രകീർത്തനങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ വസിയത്ത്, എന്റെ ചെറുപ്പക്കാരെ, എന്റെ കരളിന്റെ കട്ടകളായ യുവാക്കളെ, ആത്മസുഹൃത്തുക്കളെ, നാം എല്ലാവരും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾക്കറിയാവുന്ന പദങ്ങളെ കൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക, അവിടുത്തെ മദ്ഹുകൾ പറയുക, പ്രകീർത്തിക്കുക, പ്രശംസിക്കുക. രണ്ടാമതായി പറയാനുള്ളത്. മൂന്നാമത്തെ വസിയത്ത്, പരിശുദ്ധ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യുക. ആ കൂട്ടത്തിൽ 3 സൂറത്ത് നിങ്ങൾ പ്രത്യേകമായി പാരായണം ചെയ്യുക. സൂറത്ത് യാസീൻ, ലിമാ ഖുരിഅ. നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ യാസീൻ സൂറത്ത് ഓതുന്നത്, ആ ലക്ഷ്യം സാധ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും, സൂറത്ത് യാസീൻ. മരിച്ചവരുടെ മേൽ നിങ്ങൾ ഖുർആൻ യാസീൻ ഓതണം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ശൈഖ് ഖായിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അവർ ഈ UAE സ്ഥാപകരായ അവരുടെ മരണാനന്തരവും അവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടന്നു. പണ്ഡിതന്മാരും പ്രഭുക്കളും രാജാക്കന്മാരുമൊക്കെ വന്ന് ഖുർആൻ പാരായണം നടന്നു. ആ ഖുർആൻ പാരായണം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് യാസീൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും യാസീൻ സൂറത്ത് ഒരു പ്രാവശ്യം ഓതാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും ഓതിയാൽ വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും സൂറത്ത് യാസീൻ ഓതണം. അതുപോലെ സൂറത്തുൽ വാഖിഅ. ഇവിടെ കച്ചവടക്കാരും ജോലിക്കാരൊക്കെ തിടുക്കം ഉസ്താദെ തിടുക്കം, കടം. ഞാൻ കടങ്കാളിയാണ്, എനിക്ക് ലക്ഷക്കണല്ല കടങ്ങൾ, കോടിയാണ് കടം. പക്ഷെ എൻ്റെ മക്കൾക്ക് ചെലവ് കൊടുത്തിട്ടോ വീടുണ്ടാക്കിയിട്ടോ പറമ്പ് വാങ്ങിയിട്ടോ ഒന്നുമല്ല. 10,000-ത്തിലധികം മുതഅല്ലിമുകൾ പഠിക്കുന്ന, വീടുകളിൽ വെച്ച് വളർത്തുന്ന 1000-ത്തിലധികം യതീം കുട്ടികൾ ഉൾപ്പെടെ ഹോം കെയർ, ചെറിയ പിഞ്ചുമക്കളെ വീടുകളിൽ വെച്ച് ഞങ്ങൾ വളർത്തുന്നു. മർക്കസ് തഖാഫത്ത് സുന്നിയയിലേക്ക് വരാൻ പ്രായമെത്താത്ത ചെറിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അവരെ വീട്ടിൽ വെച്ച് വളർത്തുകയാണ്. ഹോം കെയർ പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് 1000-ത്തോളം യതീം കുട്ടികളെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമായി ഞങ്ങൾ ദത്തെടുത്ത് വീടുകളിലേക്ക് ഒരു മാസത്തിൽ 750 രൂപ വീതം എത്തിച്ചു കൊടുത്തു.
ചിലപ്പോൾ അവരെയും രക്ഷിതാക്കളെയും കേരളത്തിലുള്ളവരാണെങ്കിൽ മർക്കസിലേക്ക് വരുത്തി അവരെ കയ്യിൽ കൊടുത്ത് ആ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ പ്രത്യേകം ആളെ കൂടി നിശ്ചയിച്ചുകൊണ്ട് അങ്ങനെ 1000-ലധികം കുട്ടികളെ ഹോം കെയർ പദ്ധതിയിൽ, വീട്ടിൽ വെച്ച് വളർത്തുന്ന പദ്ധതിയിൽ ഞങ്ങൾ ഇപ്പോൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മർക്കസിന്റെ 31ാമത്തെ വാർഷിക സമ്മേളനം ജനുവരി 16, 17, 18 തീയതികളിൽ നടക്കുന്നതോട് അനുബന്ധിച്ച് ഇനി 1000 കുട്ടികളെ കൂടി ദത്തെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അത് നിങ്ങളെയൊക്കെ കണ്ടിട്ടാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളല്ല. അങ്ങനെ 2500ഓളം യതീം കുട്ടികൾ, പെൺകുട്ടികൾ, മാൺകുട്ടികൾ ഉൾപ്പെടെ യതീം കുട്ടികളെ വളർത്തിയെടുക്കാൻ, അതുപോലെ ഹിഫ്ളുൽ ഖുർആൻ എന്ന തഅല്ലുമുകളെ വളർത്തിയെടുക്കാൻ, ശരീഅത്ത് കോളേജിലെ 1000-ലധികം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുക്കാൻ ഇതിന് കടം വാങ്ങിയതാണ് എൻ്റെ കടം. 1.25 കോടി രൂപ കടവുമായിട്ടാണ് ഞാൻ മർക്കസിന്റെ കടം. ഇവിടെ ഇരിക്കുന്ന പേരോട്, അതുപോലെ മറ്റുള്ള എല്ലാ ബാക്കും പൈസയും എല്ലാവരും ഒക്കെ കടമായിട്ട് വന്നതാണ്. അത് വേറെ വിഷയം. പക്ഷേ കടം വിടാനൊരു പണിയുണ്ട്. എന്താണ്? സൂറത്തുൽ വാഖിഅ, ഇദാ വഖഅത്തിൽ വാഖിഅത്തു എന്ന സൂറത്ത് നിത്യമായി ഓതിയാൽ നിങ്ങൾക്ക് കടം ഉണ്ടാവുകയില്ല. ഉറച്ചു വിശ്വസിച്ചോദിക്കോ. കടമില്ല, എനിക്ക് കടമില്ല. എനിക്ക് കടമില്ല, മർക്കസിനാണ് കടമുള്ളത്. എനിക്ക് സ്വന്തമായി ഇപ്പൊ കടമില്ല. കാരണം ഞാൻ കഴിവിന്റെ പരമാവധി സൂറത്ത് വാക്യത്തിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നു. അതുകൊണ്ട് എനിക്ക് കടമില്ല. അല്ലാഹുതആല കടത്തെ തീർക്കുന്നു. ഞാൻ ഓർത്ത കാലത്തൊക്കെ, പഠിക്കുന്ന കാലത്തും അതിനുശേഷം ഈ പലപ്പോഴും ഒരുപാട് കടമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്വന്തമായി കടമില്ല. സൂറത്ത് വാക്യ ഓതിയത് കൊണ്ട്. എന്നാൽ കടം കൂടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആഖിറത്തിലേക്ക് കൂലി കിട്ടാൻ, പരലോകത്ത് രക്ഷപ്പെടാൻ. അതാണ് സൂറത്ത് വാഖിഅ. ഇനി മറ്റൊന്ന്, അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറത്തി അൽ ഖബ്റു ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ആഖിറത്തിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി കടക്കുന്ന അവന്റെ കവാടം ഖബറാണല്ലോ. ആ ഖബറിൽ വെച്ചുകൊണ്ട് മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവന്റെ രക്ഷയ്ക്ക് എന്താണ് മാർഗം? ധാരാളം ഹദീസുകൾ ഉണ്ട്. ഞാൻ വായിക്കാൻ സമയമില്ല. ഞാൻ എഴുതിക്കൊണ്ടുവന്ന് വായിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം ഹദീസുകൾ കാണാം. മഹാന്മാരായ പലരും ഖബറിൽ വെച്ച് രക്ഷപ്പെടാൻ സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന ആ സൂറത്തുൽ മുൽക്ക് പതിവാക്കിയാൽ ഖബറിൽ രക്ഷയുണ്ട്, ഖബറിൽ അദാബില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, വയസ്സായതിന്റെ ശേഷം മാത്രമല്ല, നിങ്ങളെ പല കാലത്തും നിങ്ങൾക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ എന്ന സൂറയും സൂറത്തുൽ മുൽക്ക് എന്ന തബാറക സൂറത്തും നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കണം. അത് പതിവാക്കിയാൽ നിങ്ങൾക്ക് ഖബറിൽ രക്ഷയുണ്ടാകും, നിങ്ങളെ ഈമാൻ വർദ്ധിക്കും, നിങ്ങൾക്ക് കടമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സലാമത്തും ഉണ്ടാകുമെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്.